ഇതാണ് iQOOന്റെ നെക്സ്റ്റ് ഫ്ലാഗ്ഷിപ്പ് കില്ലറായുള്ള മോഡൽ iQOO 12 സീരീസ്. ബട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്ന സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഈ ഒരു മോഡലിന് വരുന്നതെങ്കിൽ മാത്രമായിരിക്കും ഇത് നമ്മുടെ iQOO 11ന്റെ ഒരു സക്സസർ ആയിട്ട് മാറുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ലീക്ഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈവ് ആയിട്ടുള്ള ഇമേജും കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ആ ഒരു ഡിസൈൻ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ടോട്ടൽ iQOO സീരീസിൻ്റെ ഒരു ഡിഫറൻ്റ് ആയുള്ള ഒരു ഡിസൈൻ പാറ്റേണിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് അവർ ചെയ്യുമ്പോൾ ഡിസൈൻ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു ലീക്ക് കറക്റ്റ് ആണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും എൻ്റെ ഡിസൈൻ കാര്യങ്ങളും വരുന്നത്. ഇപ്പം കാണാൻ പറ്റുന്ന ആ ഒരു മോഡൽ എന്ന് പറയുന്നത് വൈറ്റ് കളറിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിന് കുറച്ചധികം കളർ വേരിയൻസ് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഗ്ലോയും കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പം അങ്ങനെ വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബാക്ക് ഗ്ലാസ് ബാക്ക് ആയതുകൊണ്ടാണ് ആ ഒരു ഗ്ലോ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ബാക്കുള്ള ഒരു മോഡൽ തന്നെയായിരിക്കും ഇതിൽ കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ നമുക്കൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കട്ടൗട്ട് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ക്യാമറ മൊഡ്യൂളും അതുപോലെ ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ iQOO നോർമലുള്ള 11 സീരീസിനെക്കാളും കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മോഡലിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു മോഡൽ നമുക്ക് ഒരു അലൂമിനിയം ഫ്രെയിമിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു വോളിയം ബട്ടണും പിന്നെ നമ്മുടെ ആ ഒരു പവർ ബട്ടണും കൊണ്ടുവന്നിട്ടുണ്ട്. അതിലല്ല ഫിംഗർ പ്രിന്റ് സെൻസർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബേസ് മോഡലായിട്ടുള്ള iQOO 12 എന്ന് പറയുന്ന മോഡലിൽ നമുക്ക് 6.78 ഇഞ്ചിൻ്റെ ഒരു 2K AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. അതുപോലെ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ പ്രോ വേർഷൻ വരുന്ന സമയത്ത്, അതായത് iQOO 12 Pro എന്ന് പറയുന്ന മോഡൽ വരുന്ന സമയത്ത് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ് അതിൽ വരുന്നത്. അതായത് E7 AMOLED ഡിസ്പ്ലേ ആണ് അതിൽ വരുന്നത്. പക്ഷേ നമുക്ക് സെയിം ആയുള്ള ആ ഒരു റിഫ്രഷ് റേറ്റും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പം ലീക്കും കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അത് മാത്രമല്ല അതിൻ്റെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് Qualcomm Snapdragon ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് Snapdragon ഒന്നെങ്കിൽ 8 Gen 2 ആയിരിക്കും വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. മറ്റു കുറച്ചൊരു പറയുന്നുണ്ട്, അതായത് മറ്റു കുറച്ച് ലീക്സ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Snapdragon Gen 3 ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നതെന്നുള്ളതും പറയുന്നുണ്ട്. അതായത് 8 Gen 3 ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നതെന്നും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഊഹം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ രണ്ട് മോഡലും Snapdragon 8 Gen 2 ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. അതല്ലെങ്കിൽ ചിലപ്പം ഒരു 10% ആയിരിക്കും ഈ ഒരു Snapdragon 8 Gen 3 ചിപ്സെറ്റ് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? 8 Gen 2 ആയിരിക്കുമോ അല്ലെങ്കിൽ 8 Gen 3 ആയിരിക്കും വരാൻ പോകുന്നത്? ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. iQOO 11 സീരീസിലുണ്ടായിരുന്ന പോലെ ആ ഒരു സെൽഫ് ഡെവലപ്ഡ് ആയിട്ടുള്ള ചിപ്സെറ്റും കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അതായത് വിവോൻ്റെ V2 ചിപ്സെറ്റ് ഉണ്ടായിരുന്നു iQOO 11 സീരീസിൽ. ഈ ഒരു 12 സീരീസിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള, അതായത് ഈ ഒരു മോഡലായിരിക്കില്ല, കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചിപ്സെറ്റ് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഗെയിമിങ്ങിന് പവർ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടി ഗെയിമിങ് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കും എന്നുള്ളതാണ് അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ഹൈ ലെവൽ റാം വേരിയൻ്റ് എന്ന് പറയുന്നതാണ്, അതായത് സ്മാർട്ട് ഫോണിൽ കണ്ടിട്ടുള്ള ഹൈ ലെവൽ റാം വേരിയൻ്റ് എന്ന് പറയുന്നത് 16 GB റാമാണ്. പക്ഷേ ഈ ഒരു മോഡലിന്, അതായത് iQOO 12 സീരീസിൻ്റെ പ്രോ മോഡൽ വരുന്ന സമയത്ത് 24 GB റാം വേരിയൻ്റ് ആയിരിക്കും വരാൻ പോകുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒരു റൂമറായിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്നതാണ്. ഇതിങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. 16 GB ആയിരിക്കും മാക്സിമം ലെവൽ റാം വേരിയൻറ്റ് വരാൻ പോകുന്നത്. ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ടാവുമോ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതായത് 24 GB റാം വേരിയൻറ്റ് വന്നാൽ നിങ്ങളത് ബൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഔട്ട് ഓഫ് ബോക്സ് Android 13 അല്ല Android 14, അതുപോലെ ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒറിജിൻ OS 4.0 എന്ന് പറയുന്ന ആ ഒരു സ്കിന്നും ആയിരിക്കും ഈ ഒരു മോഡലിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു മോഡലിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആവുന്ന സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആയിരിക്കും ഈ ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. IP റേറ്റിംഗ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ക്യാമറ നോക്കുകയാണെങ്കിൽ നല്ലൊരു കിടിലൻ ക്യാമറ സിസ്റ്റമാണ് നമുക്കിപ്പോൾ ഈ ഒരു ലീക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് കിട്ടിയിരിക്കുന്നത്. അതായത് 50 MB ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. 50 MB മെയിൻ ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് മാത്രമല്ല അതിനകത്ത് OIS സപ്പോർട്ടായുള്ള ലെൻസാണ് വരുന്നത്. പിന്നെ നമുക്ക് 64 MP ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് 50 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് 16 MP സെൽഫി ക്യാമറ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. പ്രോ വേരിയൻറ്റ് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ആ ഒരു പിക്സൽ സൈസ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ബേസ് മോഡലിൽ 16 MB ആ ഒരു ക്യാമറ ആയിരിക്കും വരുന്നത്. ഇതിൽ പ്രോ വേരിയൻറ്റിൽ നമുക്ക് 8K വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ ബേസ് മോഡൽ വരുന്ന സമയത്ത് 4K and 60 FPS വരെ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പം ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ടാവും. 60 മാറി 30 FPS വരെ ആയിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ patuള്ളൂ. അത് ബേസ് മോഡലിൽ. ഈ ഒരു iQOO 12 സീരീസിൽ നമുക്ക് 5000 mAh ബാറ്ററിയും അതുപോലെ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡൽ സപ്പോർട്ട് ആവും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ ഒരു iQOO 12 സീരീസിനെ കുറിച്ച് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും iQOOൻ്റെ ഒരു നെക്സ്റ്റ് സക്സസർ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ തന്നെയായിരിക്കും ഈ ഒരു iQOO 12 സീരീസ് എന്ന് പറയുന്നത്.
പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.